നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ പഞ്ചാബ് FC പരാജയപ്പെട്ടല്ലോ. ആ കളിയിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ബ്രൈറ്റ് സ്പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ വളരെ കുറഞ്ഞ എണ്ണം മാത്രമേ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളൂ. ഒന്ന് തീർച്ചയായിട്ടും ഹിമനസ് ക്ലിക്കായി ആദ്യ മത്സരത്തിൽ തന്നെ അദ്ദേഹം ഗോൾ അടിച്ചു എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ ഇനി വരാനിരിക്കുന്ന ഒരുപാട് ഗോളുകളുടെ തുടക്കമായിരിക്കാം ഇന്നലെ ഇട്ടിരിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും പറയാനുള്ളത് വിപിൻ മോഹനൻ്റെ പ്രകടനം തന്നെയാണ്. ആദ്യ പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മിസ് ചെയ്തതും വിപിൻ മോഹനൻ്റെ ആ ഒരു പാസിംഗ് എബിലിറ്റി തന്നെയായിരുന്നു. നമുക്കറിയാമല്ലോ, അഡ്രിയാൻ ലൂണ ഇല്ലാത്തതുകൊണ്ട് മധ്യനിരയിൽ നന്നായിട്ട് പാസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു താരത്തെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ നോഹ് സദോയിയെ ആ ഒരു റോളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇടതുപാർശ്വത്തിൽ ഐമനെ കളിപ്പിച്ച് ഉള്ള ഒരു പരീക്ഷണത്തിലേക്കാണ് കോച്ച് മിഖായൽ സ്റ്റെഹ്റ പോയത്. അത് ഫ്ലോപ്പായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സദോയി നന്നായിട്ട് ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ സദോയി അഡ്രിയാൻ ലൂണയല്ല. ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഇന്നലെ തിരിച്ചറിഞ്ഞു. അത് ഇടതു പാർശ്വത്തിൽ കളിക്കുമ്പോഴാണ് നോഹ് സദോയി ഒരു ഭീഷണിയായി എതിരാളികൾക്ക് മാറുന്നത്. എന്തായാലും മിഖായൽ സ്റ്റെഹ്റ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി വിപിൻ മോഹനനെ കളിക്കളത്തിലേക്ക് വിട്ടു. ഇടതു പാർശ്വത്തിലേക്ക് നോഹ് സദോയിയെ മാറ്റി. പിന്നെ നമ്മൾ കണ്ടത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആക്രമണങ്ങൾക്ക് മൂർച്ച കൂടുന്നതാണ്. തീർച്ചയായിട്ടും വിപിൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയണം. അദ്ദേഹം ഇന്നലെ ആകെ 31 പാസുകളാണ് കൊടുക്കുന്നത്. അതിൽ 83.9% ആക്യുറേറ്റ് ആയിരുന്നു. അതായത് 26 പാസുകൾ അദ്ദേഹം ലക്ഷ്യത്തിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചിട്ടുണ്ട്. പ്രോഗ്രസീവ് പാസുകൾ 4 അത് വളരെ മികച്ച പാസുകളും ഉണ്ടായിരുന്നു. ഗോളിലേക്ക് പോലും കാര്യങ്ങൾ കൊണ്ട് എത്തിക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള പ്രോഗ്രസീവ് പാസുകൾ അദ്ദേഹത്തിൽ നിന്ന് വന്നു. ഒരു ഘട്ടത്തിൽ സ്വന്തം ഹാഫിൽ നിന്ന് എടുത്തിട്ട് നേരെ രാഹുലിലേക്ക് എതിർവശത്തെ വിങ്ങിലേക്ക് സ്വിച്ച് ചെയ്ത് കൊടുക്കുന്നൊരു പാസുണ്ട്. അദ്ദേഹത്തിൻ്റെ പാസിങ് എബിലിറ്റി കൃത്യമായിട്ട് കാണിക്കുന്ന ഒന്നായിരുന്നത്. അങ്ങനെ മികച്ച 4 പ്രോഗ്രസീവ് പാസുകൾ, അതിൽ 2 കീ പാസുകളായിരുന്നു. ഇനി ഡിഫെൻസീവ് രൂപത്തിലേക്ക് നോക്കുമ്പോൾ 5 റിക്കവറീസും 1 ഇൻ്റർസെപ്ഷൻസും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഡ്രിബ്ലിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 2 ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റ്, അതിലൊന്ന് സക്സസ്ഫുൾ ആക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ വളരെ അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളൊരു പ്രകടനമാണ് വിപിൻ മോഹനിൽ നിന്ന് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും അടുത്ത കളിയിൽ വിപിനെ സ്റ്റാർട്ട് ചെയ്യിക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു പക്ഷേ സ്റ്റാറെ ആ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ മാറ്റിയേക്കും. വരുന്ന മത്സരത്തിന് സ്വാഭാവികമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് വേണം കരുതാൻ. പ്രത്യേകിച്ച് അഡ്രിയാൻ ലൂണ മടങ്ങി വരികയാണെങ്കിൽ ഒരു ഫോറിനറെ പുറത്തിരുത്തേണ്ടി വരും. അതാര് എന്നുള്ള ചോദ്യം ഏതായാലും ഉണ്ട്. നോഹ് സദോയിയെ ഇടതു പാർശ്വത്തിലേക്ക് മാറ്റി കളിപ്പിക്കും എന്ന് തന്നെ കരുതാം അടുത്ത കളിയിലെ തുടക്കം മുതൽ. അങ്ങനെയെങ്കിൽ ലൂണയും നോഹും എന്തായാലും മുന്നേറ്റ നിരയിലുണ്ടാകും. പിന്നെ പെപ്രയെ കളിപ്പിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത്. കാരണം സ്ട്രൈക്കറായിട്ട് സെൻട്രൽ ഫോർവേഡിൻ്റെ രൂപത്തിൽ ഇപ്പം പെപ്രയെ തന്നെ കളിപ്പിക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഹിമനസിനെ കളിപ്പിക്കണം. ഹിമനസ് ടീമിനോടൊപ്പം ചേർന്നിട്ടേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അടുത്ത കളിയിൽ അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിക്കുമോ എന്ന് കണ്ടിരണം. അതല്ലെങ്കിൽ പിന്നെ ഈ കളി പോലെ സെക്കൻഡ് ഹാഫിൽ വരാനാണ് സാധ്യത. ഇനിയിപ്പോൾ ഹിമനസിനെ കളിപ്പിച്ചാൽ നോഹും ഹിമനസും ലൂണയും ഉണ്ടാകും. ഡിഫൻസിൽ മിലോസ് ഡ്രിൻസിച്ചിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ കോയഫ് പുറത്തിരിക്കാനുള്ള സാധ്യത വരും മത്സരത്തിൽ കാണുന്നുണ്ട്. ഏതായാലും വിപിൻ്റെ ഈ പ്രകടനത്തിന് കൈയടിക്കണം. അദ്ദേഹം വളരെ മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് വിപിനെ തുടക്കത്തിൽ ഇറക്കിയില്ല ചോദ്യത്തിന് ഉത്തരം കളിക്ക് ശേഷം കോച്ച് മിഖായൽ സ്റ്റെഹ്റ കൃത്യമായിട്ട് പറഞ്ഞു. കാരണം അവിടെ വെച്ച് തായ്ലൻഡിൽ വെച്ച് പ്രീ സീസണിനിടയ്ക്ക് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കളിക്കാൻ ഇറങ്ങുന്നത് ഒരു കോമ്പറ്റീവ് മത്സരം വരുമ്പോൾ ഈ കളിയിലാണ് അദ്ദേഹം ഇറങ്ങുന്നത്. ഡ്യൂറൻ കപ്പിലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരിട്ടങ്ങ് സ്റ്റാർട്ട് ചെയ്യിക്കേണ്ട എന്ന് കരുതിയതായിരിക്കും. സ്വാഭാവികമായിട്ടും അടുത്ത മത്സരമാകുമ്പോഴേക്കും വിപിനെ നമുക്ക് ആദ്യ 11-ൽ കാണാൻ കഴിഞ്ഞേക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.